ഹലോ, വെൽക്കം ടു മാരിയ ക്ലാസ്സസ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചട്പട്ട് ഓർ നട്ഖട്ട് എന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ എക്സ്പ്ലനേഷൻ മുമ്പത്തെ 2 പാർട്ട് വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 3ാമത്തെ പാർട്ടായിട്ടുള്ള ഈ വീഡിയോയില് നമ്മൾ ഇതിന്റെ എക്സസൈസ് ആണ് നോക്കാൻ പോകുന്നത്. നേരെ എക്സസൈസിലേക്ക് പോകാം. कहानी के पात्रों की विशेषताएं पहचाने, സഹി മിലാൻ കീജിയെ. ഇതിലുള്ള കഥാപാത്രങ്ങള് നട്ഖട്ടും ചട്പട്ടുമാണല്ലേ. അവരുടെ ഓരോരുത്തരുടെയും വിശേഷതായും അവരുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് യോജിപ്പിക്കണം. ഫസ്റ്റ്, കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. ആർക്കായിരുന്നു? അനിയനാണല്ലേ. നദിമേ തൈർന ആത്താ ഹെ. ആർക്കായിരുന്നു നദിയിൽ നീന്താൻ അറിയുന്നത്? ചടുപ്പെടുക്കോ നദിമേ തൈർന ആത്താ ഹെ. ബാഗ് സെ ആം തോടന ആത്താ ഹെ. ആരായിരുന്നു തോട്ടത്തിൽ നിന്ന് മാമ്പഴമൊക്കെ പൊട്ടിക്കുന്നത്? അത് നട്ഖടാണ്. ഇനി മാസെ ശിക്കായത് കർത്താ ഹെ. അത് ചടുപ്പടാണ്. ബർഗന്ത് കി ജഡേ പക്കഡ്കർ झूला झूलता है. അത് നട്ഖടാണ്. ചോട്ടേ കാ ഹാത്ത് പക്കഡ്കർ ദൗഡ്താ ഹെ. ചടുപ്പടാണ്. അപ്പൊ രണ്ടുപേരും എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഇതിൽ നോക്കി മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. കഹാനി സെ ശബ്ദ ജോഡെ ചുനെ, अपने वाक्य में प्रयोग करे. जैसे बाई और मैं साथ साथ पढ़ते और साथ साथ ही खेलते. साथ साथ ഒരുമിച്ചുള്ള വാക്കുകൾ, ചേർന്നിരിക്കുന്ന വാക്കുകൾ, അതിനാണ് ശബ്ദ ജോഡെ എന്ന് പറയുന്നത്. അപ്പോ വാക്കുകളുടെ ജോഡി. ഇങ്ങനെയുള്ള വാക്കുകൾ ചാപ്റ്ററിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടേതായ വാക്യത്തിൽ പ്രയോഗിക്കുക. നമുക്ക് കുറച്ച് വാക്കുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതിന്റെ വാക്യത്തിൽ പ്രയോഗിക്കുന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരായും സ്വന്തമായി തന്നെ ചെയ്യണം. ഇവിടെ ഉള്ളത് വെറും എക്സാമ്പിൾ മാത്രമാണ്. ധീരെ ധീരെ, പതുക്കെ പതുക്കെ. ദാദി ധീരെ ധീരെ ചൽത്തി ഹേ. തേസ് തേസ്, സ്പീഡിൽ സ്പീഡിൽ. मैं सुबह तेज तेज दौड़ता हूं. बार बार, വീണ്ടും വീണ്ടും. वह मुझे बार बार बुलाता है. एक एक, शिक्षक ने सभी छात्रों को एक एक पुस्तक दी. ഓരോ ഓരോന്നായിട്ട്. रोते रोते, കരഞ്ഞുകൊണ്ട്. बच्चा रोते रोते सो गया. ഡൂബ്തെ ഉദ്രാത്തെ. ഡൂബ്തെ ഉദ്രാത്തെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന്, മുങ്ങി പൊങ്ങി എന്നൊക്കെ പറയില്ലേ, അതാണ് ഡൂബ്തെ ഉദ്രാത്തെ. അപ്പൊ ഇത് രണ്ടും ഒരേപോലത്തെയുള്ള വാക്കുകളല്ല, 2 വ്യത്യസ്ത വാക്കുകളാണ്. പക്ഷെ ഇതൊരു ജോഡിയാണ്. നാവ് ഡൂബ്തെ ഉദ്രാത്തെ കിനാരെ തക് പൗഞ്ചി. പക്കടെ പക്കടെ, കൈയൊക്കെ പിടിച്ച് പിടിച്ച് എന്ന് പറയില്ലേ. വ അപ്നെ പിതാ കാ ഹാത്ത് പക്കടെ പക്കടെ ചൽ രഹാ താ. ആകെ പീച്ചെ, മുന്നിലും പിന്നിലുമായിട്ട്. അപ്പൊ അതൊരു ജോഡിയാണ്. ബച്ചെ മൈദാൻ മേ ആകെ പീച്ചെ ദൗഡ് രഹേ ഹേ. ഏക് ദൂസരേ, തമ്മിൽ തമ്മിൽ എന്ന് പറയില്ലേ, ഒരാളും മറ്റേയാളും തമ്മിൽ, അതിനാണ് ഏക് ദൂസരേ. ഹമേ ഏക് ദൂസരേക്ക് മദത് കർണി ചാഹിയേ. നമ്മള് പരസ്പരം സഹായിക്കണം. പൗൻസ്തേ പൗൻസ്തേ, അവിടെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതാണ് പൗൻസ്തേ പൗൻസ്തേ. സ്കൂൾ പൗൻസ്തേ പൗൻസ്തേ മുझे देर हो गई. ഇതുപോലെയുള്ള വാക്കുകൾ ഇനിയും ചാപ്റ്ററിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കൂടാതെ അത് വാക്യത്തിലും പ്രയോഗിക്കുക. झड़पड़ को तैरना आता है, नड़कड़ को नाव बनाना आता है. लिखे आपको क्या आता है. ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്. ഇവിടെ ഈ കഥയിലുള്ള ചേട്ടന് നീന്താൻ അറിയാം, അനിയന് പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയാം. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അത് നിങ്ങൾ ഓരോരുത്തരും എഴുതണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മുझे തൈർന ആത്താ ഹെ, എനിക്ക് നീന്താൻ അറിയാം. മുझे ചിത്ര ബനാന ആത്താ ഹെ. മുझे കഹാനി പഠന ആത്താ ഹെ. മുझे ക്രിക്കറ്റ് ഖേൽന ആത്താ ഹെ. ഓരോരുത്തർക്കും എന്തൊക്കെ അറിയാം എന്നുള്ളത് നിങ്ങൾ എഴുതുക. सही प्रस्ताव चुनकर लिखे.
दोनों भाई अपने गांव के स्कूल में പഠിത്തേ थे. രണ്ട് ബ്രദേഴ്സും അവരുടെ ഗ്രാമത്തിലുള്ള സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഇത് തെറ്റാണ്. അവര് ദൂരെയുള്ള ഗ്രാമത്തിലായിരുന്നു, വേറെ ഗ്രാമത്തിലായിരുന്നു പഠിച്ചിരുന്നത്. നടുക്കർക്കോ ഗിട്ടി പേരാന ആത്താത. അനിയന് ചെറിയ ഫ്ലാറ്റ് ആയിട്ടുള്ള കല്ലുകള് വെള്ളത്തിന് മുകളിലൂടെ ചാടിച്ച് എറിയാൻ അറിയാമായിരുന്നു. ശരിയാണ്. നട്ഖട്ട് ഹമേശ റോത്തെ ഹുയെ സ്കൂൾ ആത്താ ഹെ. നട്ഖട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടാണോ സ്കൂളിൽ പോകുന്നത്? അല്ല. ബഡാ ബായി പാഞ്ച്വീ കക്ഷാമേ പഠിത്താത. ചേട്ടൻ 5ാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്. കറക്റ്റ്. झड़पड़ को स्कूल के रास्ते में कई बार चोटे का इंतजार करना पड़ता है. അനിയൻ ബാക്കിൽ വരുന്ന സമയത്ത് പല സമയത്തും അനിയന് വേണ്ടി കാത്തിരിക്കേണ്ടി വരാറുണ്ട്. ഇത് ശരിയാണ്. अनुभव बांटे. झटपट और नड़कट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई अनुभव बांटे. ഇവിടെയും ചേട്ടൻ അനിയന് നീന്താൻ പഠിപ്പിക്കാമെന്നും അതിന് പകരമായി അനിയൻ തോണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്യാണ്. ഇതുപോലെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങള് നിങ്ങൾ ആർക്കെങ്കിലും ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് അറിയുന്ന കാര്യങ്ങള് അവരിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു അനുഭവം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മേരെ ബഡേ ഭായ് ने मुझे साइकिल चलाना सिखाया. मैंने उन्हें मोबाइल में कुछ नई सुविधाएं इस्तेमाल करना सिखाया. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനുഭവം എഴുതുക. पोस्टर तैयार करें. झटपट ने नदी में कूदकर नड़कट की जान बचाई. मान ले इस पर स्कूल में बधाई समारोह हो रहा है. इसके लिए പോസ്റ്റർ തയ്യാർ करे. ഈ കഥയിൽ ചേട്ടൻ ധീരമായി വെള്ളത്തിലേക്ക് എടുത്തു ചാടി അനിയനെ രക്ഷിച്ചല്ലോ. ആ ഒരു കാര്യത്തിന് ചേട്ടനെ അഭിനന്ദിക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടി ആ സ്കൂളിൽ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ പരിപാടിക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റർ നിങ്ങളോട് തയ്യാറാക്കാനാണ് പറയുന്നത്. സ്വന്തമായി തയ്യാറാക്കാം. നമുക്ക് AI ഒക്കെ എങ്ങനെയാ തരുന്നത് നോക്കാം. അപ്പോ ഇതേപോലെയൊക്കെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഒരു ഹെഡിങ്, എന്തിനാണ് ഈ പരിപാടി നടത്തുന്നത്, എന്താണ് കാര്യം, എത്ര മണിക്കാണ് ആ പരിപാടി നടക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നല്ല നല്ല ചിത്രങ്ങളും വരച്ചുകൊണ്ട് ഈ പോസ്റ്റർ ഉണ്ടാക്കുക. ചർച്ച കരേ. मान ले आपको तैरना नहीं आता. നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് കരുതുക. നട്കട് കെ ജാൻ ബചാനെ കെ ലിയെ ആപ് ക്യാ കർത്തെ. ചേട്ടന് പകരം ആ സമയത്ത് അവിടെ നിങ്ങളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കാണെങ്കിൽ നീന്താനോ അറിയില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തേനെ എന്നാണ് ചോദ്യം. എന്ത് ചെയ്യുമായിരുന്നു? ആലോചിച്ചു നോക്കൂ. അപ്പോ ഇവിടെ നമുക്ക് പറയാം, यदि मुझे तैरना नहीं आता तो मैं स्वयं नदी में नहीं कूदता. എനിക്ക് നീന്താൻ അറിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നദിയിലേക്ക് എടുത്ത് ചാടില്ല. मैं तुरंत आसपास के लोगों को मदद के लिए बुलाता. ഞാൻ അടുത്തുള്ള ആളുകളെയൊക്കെ ഹെൽപ്പിന് വേണ്ടി വിളിക്കും. शोर मचाता, ഉറക്കെ ബഹളം വെക്കും. और किसी बड़े व्यक्ति या तैरना जानने वाले व्यक्ति बुलाता. ഏതെങ്കിലും വലിയ ആളുകളെയോ അല്ലെങ്കിൽ നീന്താൻ അറിയുന്ന ആളുകളെയോ വിളിച്ചു വരുത്തും. അതാണ് നീന്താൻ അറിയാത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ആലോചിച്ച് ഇതുപോലെ എഴുതുക. नमूने देखे. रेखांकित अंश पर ध्यान दे. അർത്ഥഭേദ സമഞ്ചേ. ഇവിടെ ഒരേ വരികള് രണ്ട് രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഛഡ്പഡ് ദോഡ് ലഗാത്താ ഹേ. ഛഡ്പഡ് ദോഡ് ലഗാ രഹാ ഹേ. അപ്പോ ഒരാള് ഓട്ടമത്സരം അല്ലെങ്കിൽ ഓടാറുണ്ട്, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അടുത്ത സെന്റൻസിലോ ദോഡ് ലഗാ രഹാ ഹേ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യവും അടുത്തത് ഈ നിമിഷം ഇപ്പൊ സംഭവിക്കുന്ന കാര്യവുമാണ്. അടുത്തത് ഝട്പട് ഓർ നടുക്ക ദോഡ് ലഗാത്തേ ഹേ. അവര് രണ്ടുപേരും കൂടി ഓട്ടം നടത്തുകയാണ്, തമ്മിൽ ഓട്ട മത്സരം രണ്ടുപേരും കൂടി നടത്തുകയാണ്. പക്ഷെ ഇവിടെയോ ലഗാ രഹേ ഹേ, രണ്ടുപേരുള്ളത് കൊണ്ടാണ് രഹേ ഹേ. ഇവിടെ ഒരാളായിരുന്നു, അതൊരു ആൺകുട്ടിയാണ്, അതുകൊണ്ടാണ് ലഗാ രഹാ ഹേ. അടുത്തത് മച്ലി തേർത്തി ഹേ. ഇവിടെ സ്ത്രീലിംഗമാണ്, തേർത്തി ഹേ. അപ്പൊ എന്താ വരിക?
മച്ഛലി തേർ രഹി ഹേ. ഇപ്പൊ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നദിയ ബഹത്തി ഹേ. നദികൾ ഒഴുകുന്നു. നദി ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നദിയ ബഹ രഹി ഹേ. ഇതുപോലെ നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽ കർ ലിഖേ. ഇത് ഈ തന്നിരിക്കുന്നത് പോലെ ഇവിടെ താഴെ തന്നിരിക്കുന്ന വാക്കുകൾ മാറ്റി എഴുതുക. അപ്പോ ഒറിജിനൽ സെന്റൻസ് ഉണ്ട്, അതിനെ മാറ്റി എഴുതുക. ഇനി മാറ്റി എഴുതിയ സെന്റൻസ് ഉണ്ട്, അതിന്റെ ഒറിജിനൽ സെന്റൻസ് എഴുതുക. ആദ്യം നഡ്ഖഡ് രോത്താ ഹേ. നഡ്ഖഡ് ഒരു ബോയ് ആണ്. രോത്താ ഹേ കരയാണ്. അപ്പൊ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാ നഡ്ഖഡ് റോ രഹാ ഹേ. അടുത്തത് ഛഡ്പഡ് ഓർ നഡ്ഖഡ് സ്കൂൾ സെ ആ രഹേ ഹേ. രണ്ടുപേരുണ്ടല്ലേ. ഛഡ്പഡ് ഓർ നഡ്ഖഡ് സ്കൂൾ സെ ആത്തേ ഹേ. അടുത്തത് നാവ് ചൽ രഹി ഹേ. നാവ് തോണി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രഹി ഹേ എന്നാണ്. അപ്പൊ അതിനെങ്ങനെ പറയും? നാവ് ചൽത്തി ഹേ. ചൽത്തി. സർദിയാം ശുരു ഹോത്തി ഹേ. സർദിയാം ശുരു हो रही है. बातचीत लिखे. मान ले नडखड़ ने घर पहुंचकर रास्ते की सारी घटनाएं माँ को बता दी. നഡ്ഖഡ് വീട്ടിലെത്തിയതിനു ശേഷം വഴിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു എന്ന് കരുതുക. ദോനോ കെ ബീച്ച് കി ബാത്ചീത് ലിഖേ. അവരുടെ സംഭാഷണങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആദ്യം തന്നെ ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് അതിന് ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് എക്സാമ്പിൾ മാത്രമാണ്. മാ बेटा आज देर क्यों हो गई? नडखड़ माँ मैं नदी किनारे कागज की नाव चला रहा था, तभी मेरा पैर फिसल गया और मैं नदी में गिर पड़ा. माँ अरे फिर क्या हुआ? नडखड़ झड़पड़ भैया ने तुरंत नदी में कूद कर मेरी जान बचाई. माँ वाह उन्होंने बहुत बहादुरी दिखाई. नडखड़ हाँ माँ फिर हम दौड़ते दौड़ते घर आए और हमारे कपड़े भी सूख गए. माँ अब शरारत नहीं करोगे ना? नडखड़ जी माँ अभी मैं सावधान रहूंगा. ഇത് അവരുടെ തമ്മിലുള്ള ഒരു സംസാരമാണ്. ഇതുപോലെ നിങ്ങളും ക്രിയേറ്റീവായി ചിന്തിച്ച് ഒരു സംഭാഷണം എഴുതുക. ഓഡിയോ ബനായെ. ഇസ് കഹാനി ഓഡിയോ തയ്യാർ കരെ. അപ്പൊ ഈ ഒരു കഹാനിയുടെ ഓഡിയോ നിങ്ങൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കൂടി ചേർന്നിട്ട് തയ്യാറാക്കുക. ഈ ചാപ്റ്ററിന്റെ എൻഡിലും വാക്കുകളുടെ ഒക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് അതിൽ റെഫർ ചെയ്ത് പഠിക്കുക. അതുപോലെ അവസാനം ഈ കഥ എഴുതിയിരിക്കുന്ന രമേശ് ഉപാധ്യായനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊരു ലോങ് ചാപ്റ്റർ ആണ്. സ്ലോലി പഠിക്കുക, അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും, നിങ്ങൾക്ക് ഈ ക്ലാസ് ഏത് രീതിയിലാണ് വേണ്ടത്, എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.